നമസ്കാരം. ഓർമ്മയുണ്ടോ ഈ മുഖം? പിന്നെ എങ്ങനെ മറക്കൂല്ലേ? എയിംസ് ദാ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് വോട്ട് മേടിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ ബഡ്ജറ്റ് അവതരണ സമയത്തൊക്കെ ഇപ്പൊ വരും എന്ന് ഓർത്ത് നമ്മളിങ്ങനെ കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോഴും നമ്മുടെ സുരേഷ് ഏട്ടൻ വന്നിട്ട് പറയും, ദേ അടുത്ത ബഡ്ജറ്റിൽ സ്ഥലം കിട്ടിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങളെ നമ്മുടെ സുരേഷ് ഗോപി കണ്ടു കേട്ടോ. കാണാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയല്ലോ. എയിംസിന് വേണ്ടി എവിടെ വേണമെങ്കിലും ഭൂമി തരാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എയിംസ് നമുക്ക് ആവശ്യമാണ്. അത് നേരത്തെ സർക്കാരും ഇവിടെ വേണം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും മുരളി അത് വേണമെന്ന് പറയുകയാണ്, നല്ലത് തന്നെ. അപ്പോ പെട്ടു എന്നുള്ള കാര്യം ഇവിടെ തമ്പ്രാന് മനസ്സിലായി, സുരേഷ് ഗോപിക്ക് മനസ്സിലായി. സുരേഷ് ഗോപി ഓടി വന്നിട്ട് മാധ്യമങ്ങളുടെ അടുത്ത് പ്രതികരണം നടത്തുകയാണ്. അതായത് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയില്ലെങ്കിൽ പണിയാവുമല്ലോ. കാരണം ഇവിടെ ഭൂമി തരാന്ന് പറഞ്ഞു, നേരത്തെ ഭൂമി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ സുരേഷ് ഗോപി ഇങ്ങനെ തത്തിത്തെരുതൊക്കെ കളിച്ച് ഇങ്ങനെ ഒരുമാതിരി രീതിയിൽ ന്യായീകരിച്ച് ഇങ്ങനെ നടന്നിരുന്നത്. അപ്പൊ പറയാണ്, അത് സ്വാഗതാർഹമാണ് മുരളി പറഞ്ഞത്. എയിംസ് എന്തായാലും ഇവിടെ കൊണ്ടുവരും, അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കായിരിക്കും. കാരണം അതിന്റെ പേരിൽ എന്നെ ഒരുപാട് തേച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, എന്നെ തേച്ചിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങളടക്കം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇനിയിപ്പോൾ അത് വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും എന്ന കാര്യം കൂടി ഇന്ന് സുരേഷ് ഗോപി പറയുന്നത് കേട്ടു. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി പറയുകയാണ്, അതായത് ഈ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയോ? അതായത് നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൊടുത്തതാണെന്ന്. ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമാണ് കൊടുത്തത്. പക്ഷെ ഇപ്പോൾ 2-3 സ്ഥലങ്ങളുണ്ട്. അതായത് ഇടുക്കി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ, പിന്നെ ഇത് രണ്ടുമാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ തൃശ്ശൂർകാർക്കും അർഹതയുണ്ട് കേട്ടോ എന്നൊക്കെയാണ് സുരേഷ് ഗോപി ഇരുന്ന് പറയുന്നത്. പക്ഷേ സുരേഷ് ഗോപിയോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി ഇതിനിടയിൽ വേറെ കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അതായത് ഇത്തവണ ബഡ്ജറ്റിൽ ഇല്ലെങ്കിൽ അടുത്ത തവണ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നാളെ നീളെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇത് എത്ര നാളായി മിസ്റ്റർ സുരേഷ് ഗോപി? മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ ഇത് എഴുന്നള്ളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായി. പിന്നെ സുരേഷ് ഗോപി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എയിംസ് വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പ് സഹമന്ത്രി കൂടിയാണ്, കേന്ദ്രമന്ത്രി കൂടിയാണ്, എല്ലാവർക്കും അറിയാം. ഈ സമയം വരെ ആ പെട്രോൾ ഡീസൽ റേറ്റ് ഇങ്ങനെ വർദ്ധിക്കുകയാണ്, പാചകവാതക വില വർദ്ധിക്കുകയാണ്. ഇതൊക്കെ മൂപ്പരുടെ അണ്ടറിൽ വരുന്ന വകുപ്പുകളാണ്. അതൊന്ന് വെട്ടിക്കുറയ്ക്കാനോ ജനങ്ങളുടെ ഈ ഒരു ദുരിതം അവസാനിപ്പിക്കാനോ നമ്മുടെ സുരേഷ് ഗോപിക്ക് പറ്റുള്ളട്ടാ. അതാണല്ലേ ഏറ്റവും വലിയ രസം. സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടില്ല. ആരും കാണാനൊരു സാധ്യതയില്ല. എന്താണ്, സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തെന്ന് വെച്ചാൽ പെട്രോൾ ഡീസൽ വിലവർധനയെ പറ്റിയും പാചകവാതക വിലവർധനയെ പറ്റിയും ഒക്കെ സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കും. അതുപോലെ സുരേഷ് ഗോപി തന്ത്രശാലിയാണ്. മാധ്യമങ്ങളെ കണ്ട അപ്പൊ തന്നെ മാധ്യമങ്ങളെ അങ്ങ് വെറുപ്പിച്ച് കളയും. മാധ്യമങ്ങളുടെ അടുത്ത് അങ്ങ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വല്ലാത്ത രീതിയിലൊക്കെ അവരുടെ മുമ്പിൽ കിടന്ന് പല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് അങ്ങ് പോയി കളയും. ആളാകാൻ നോക്കല്ലേ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ അടിച്ച് മൂപ്പരങ്ങ് പോയി കളയും. പക്ഷെ പറയാനുള്ളത് നമ്മൾ പറയണമെങ്കിലോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോ കാര്യം കേന്ദ്രമന്ത്രിയൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ടി പണിയാനായിട്ട് നമ്മൾ പറഞ്ഞയച്ചിട്ടുള്ള ആളുകളാണല്ലോ, നമ്മുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ ഇവരൊക്കെ. സ്വാഭാവികമായിട്ടും ഇവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ തട്ടി തന്നെ ചോദിക്കണം എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും MP എന്ന നിലയിലും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിലും സത്യത്തിൽ ലോക പരാജയമാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം വലിയ രീതിയിൽ തന്നെ അങ്ങ് പ്രതിസന്ധിയിലാക്കിയ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന MP ശബ്ദം നമ്മൾ ലോകസഭയിൽ കേട്ടോ? കേരളത്തിന് വേണ്ടി സംസാരിച്ചു ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. എന്തിന്? നമ്മുടെ കേരളത്തെ പിടിച്ചുകുലുക്കിയ, രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു മഹാദുരന്തം വയനാട് സംഭവിച്ചു അല്ലെ? വയനാട് ഉരുൾപൊട്ടൽ, ചൂരൽമലയിലേക്ക് ഉണ്ടായ, മുണ്ടക്കൈയിലേക്ക് ഉണ്ടായ ആ ഉരുൾപൊട്ടൽ നമ്മളെയൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒന്നായിരുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണു നിറയും. അങ്ങനെ ഒരു മഹാദുരന്തം സംഭവിച്ചിട്ട് എന്തായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സഹായം? സുരേഷ് ഗോപി നന്മമരമാണ്, സുരേഷ് ഗോപി മല മറയ്ക്കും, സുരേഷ് ഗോപി ആ പ്രദേശത്തേക്ക് വന്നാൽ മതി, പിന്നെ അവരുടെ കാര്യം രക്ഷപ്പെട്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. ആ ദുരന്തം സംഭവിച്ചിട്ട് എന്നാണ് സുരേഷ് ഗോപി ആ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചത്? ആദ്യത്തെ ദിവസം വന്നോ? രണ്ടാമത്തെ ദിവസം വന്നോ? മൂന്നാമത്തെ ദിവസം വന്നോ? ഇല്ല, 6-7 ദിവസം കഴിഞ്ഞപ്പോ തമ്പ്രാൻ വന്നു. എന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി, എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അങ്ങ് പോയി. എന്നാൽ
വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒരു 5 പൈസ മുട്ടായി മേടിച്ചു കൊടുക്കാൻ ഈ സുരേഷ് ഗോപി കഴിഞ്ഞോ? ഇല്ല. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പറ്റിയ പണിയല്ലേ, നിങ്ങൾക്ക് ആകെ പറ്റിയ പണി അഭിനയമാണ്. സിനിമയെ പോയി അഭിനയിക്കുക. നല്ല നടനാണ് കേട്ടോ, ആ കാര്യത്തിൽ തർക്കവുമില്ല. സുരേഷ് ഗോപി ഒരു നല്ല മികച്ച നടനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. പറ്റിയ പണി സുരേഷ് ഗോപിക്ക് പറ്റിയ പണി അഭിനയിക്കൽ തന്നെയാണ്. അല്ലാതെ ഈ പണി നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ വന്ന് ഇങ്ങനെ തള്ളാനും കുറെ സിനിമാ മോഡൽ ഡയലോഗ് അടിക്കാനും കഴിയും എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിനെയും കൊണ്ട് ഒരു ചൂക്കിനും ചുണ്ണാമ്പിനും നമ്മുടെ കേരളത്തിന് ഗുണമില്ല എന്നത് മൂപ്പര് തന്നെ രാജ്യസഭ അംഗമായിരുന്ന സമയത്തും ഇപ്പൊ ലോകസഭ MP ആയിരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ കാണിച്ചു തരികയാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ഇവിടെ വന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി അടിച്ച ഗീർവാണങ്ങളൊക്കെ കേട്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ ചിരിക്കാറുണ്ട് അല്ലേ? കാരണം എന്താണ്, അമ്മാതിരി തമാശയൊക്കെയാണ് നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞിട്ട് പോയത്. ഈ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം തന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപി കിട്ടിയെന്നൊക്കെ നമുക്കറിയാം അല്ലെ? അതായത് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട എന്നെങ്ങാണ്ട് ഓർത്ത് കൊടുത്താന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം തുടക്ക ഘട്ടത്തിലൊക്കെ ഒരു തഴയുന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു അടാറ് ഒരു നടനാണ്. രാഷ്ട്രീയത്തിൽ ഒന്നൊക്കെ നമ്മൾ പല ഘട്ടത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ ലൂർദ് മാതാവിന് കിരീടം വെച്ചത് മുതൽ അങ്ങനെ പല പല സംഭവങ്ങൾ, ഏത് വിഷു കൈനീട്ടം 1 രൂപ കൊടുത്ത് കാലൊക്കെ തൊട്ട് മറ്റേ പരിപാടിയൊക്കെ നമ്മുടെ ഈ തൊട്ട് നിറുകൽ വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്തി ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത് മുതലൊക്കെ എടുത്തു നോക്കിയാൽ ഞാനൊരു വല്ലാത്ത മനിതനാണെന്ന് കാണിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തി അമ്പേ പരാജയമായി മാറിയ ഒരു വ്യക്തിയാണ് മൂപ്പരെന്ന് പറയാതെ പോയി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ പല ട്രോളുകളൊക്കെ നമുക്ക് കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ മൂപ്പര് നടത്തിയിട്ടുള്ള പല സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് സുരേഷ് ഗോപി വന്നിട്ട് കലിങ്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കലിങ്കിൽ വന്നിരുന്നിട്ട് മൂപ്പര് ഇങ്ങനെ കലിങ്ക് സൗഹൃദ ഒരു പരിപാടിയൊക്കെ നടത്തും, ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുക, അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ ഉടായ്പായിട്ട് ഇറങ്ങിയിരുന്നു. ഒരു വേലായുധൻ ചേട്ടൻ എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ പാവൻ ചേട്ടൻ വന്ന് ഇത് ഒറിജിനൽ പരിപാടി എന്ന് വിചാരിച്ചു മോനെ എന്റെ വീടിന്റെ മുകളിലേക്ക് ഒരു തെങ്ങ് മറിഞ്ഞു വീണ് ചെറിയ രീതിയിൽ ആ വീടിന് കുറച്ച് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അത് ചോദിക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ്. നിവേദനം കൊടുത്ത് നമ്പർ മേടിച്ച് അവിടെ വെച്ച് ഒന്ന് നോക്കി പോലുമില്ല, സോറി ഈ നിവേദനം മേടിച്ചില്ല എന്നുള്ളതാണ്. മൂപ്പരങ്ങ് പറഞ്ഞയച്ചു. ശേഷം ആ വേലായുധൻ ചേട്ടൻ CPM-കാരെ പോയി കണ്ട് CPM നല്ലൊരു വീട് പണിത് കൊടുത്തിട്ട്, ആ നേതാക്കന്മാർ വീട് പണിത് കൊടുത്തപ്പോൾ നല്ല അന്തസ്സായിട്ട് നല്ല അടിപൊളിയായിട്ട് വേലായുധൻ ചേട്ടൻ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ശേഷം പല ആളുകളൊക്കെ ആ വഴി പോയ കുറെ ആളുകളൊക്കെ ഈ കലിംഗ സൗഹൃദ നാടകം കണ്ട് ഇത് ഒറിജിനൽ പരിപാടിയാണ്, ഇത് സ്ക്രിപ്റ്റ് ഉള്ള പരിപാടിയല്ല എന്ന് വിചാരിച്ചൊക്കെ ഇത്തരം പല ആവശ്യങ്ങളൊക്കെ ചോദിച്ചു. അവസാനം അങ്ങനെ കുറെ പരിപാടിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെ അഭിനയം പൊളിഞ്ഞു വീഴുന്ന നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി എയിംസ് വരും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ ചിരിയാണ് തന്നെ. കാരണം സുരേഷ് ഗോപിയാണ് പറയുന്നത് എയിംസ് വരുമെന്ന്. അതുകൊണ്ട് സത്യം പറഞ്ഞ ഒരു വിശ്വാസമില്ല. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് MP ആയി വർഷങ്ങളും കഴിഞ്ഞു. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റിൽ പോലും നമ്മൾ കേട്ടിട്ട് പോലുമില്ല കേരളത്തിന് എയിംസ് എന്ന് കേട്ടിട്ട് പോലും, എന്തിന് കേരളം എന്ന് പറയുന്ന വാക്കുപോലും കേട്ടിട്ടില്ല. പിന്നെയാണ് അല്ലെ? എന്തായാലും ഇനി വരട്ടെ, വന്നു കഴിഞ്ഞ ശേഷം വിശ്വസിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാലും മുരളി പറഞ്ഞതല്ലേ, മുരളി പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞില്ല ഈ പ്രശ്നമല്ലേ എന്ന് ഓർത്ത് ചിലപ്പോൾ ഒരു പക്ഷെ മൊഴിഞ്ഞതായിരിക്കാം. എന്നാലും ഞങ്ങൾ ഗുണ്ടകളല്ല എന്ന് സുരേഷ് ചേട്ടനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മാധ്യമങ്ങളെ കാണാൻ വരുമ്പോൾ ഈ പെട്രോൾ ഡീസൽ വിലവർധനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അറിയാമല്ലോ വലിയ രീതിയിലുള്ള വിലകയറ്റമാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കാൻ വേണ്ടിയൊക്കെ സമയം കണ്ടെത്തണേ എന്ന് ചോദിച്ച് വെക്കുകയാണ്.